ഒരിക്കലൂണ് എങ്ങനെയാണെന്നറിയാം. കാശിയിലും ഗയയിലും രാമേശ്വരത്തും പിതൃതർപ്പണം ചെയ്താൽ പിന്നെ ഒരിക്കലും പിതൃകൾക്ക് ശ്രാദ്ധം ഊട്ടണ്ട എന്ന ചിന്ത തെറ്റാണ്. ദേവപ്രീതി, ഗുരുപ്രീതി, പിതൃപ്രീതി എന്നിവയിൽ ഏറ്റവും പ്രധാനം പിതൃപ്രീതിയാണ്. പിതൃപ്രീതി ഒഴിച്ചുള്ളവയിൽ മുടക്കം വന്നാൽ പരിഹാരമുണ്ട്. പിതൃപ്രീതിക്ക് മുടക്കം വരരുത്. അത് നിർവഹിക്കാനുള്ള മാർഗമാണ് ശ്രാദ്ധം. വിധിപ്രകാരം വളരെ ശ്രദ്ധയോടും വിശ്വാസത്തോടും ശ്രാദ്ധം നടത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ്. പല രീതിയിൽ ശ്രാദ്ധം നടത്താറുണ്ട്. ആളുകൾക്ക് ആഹാരം മാത്രം കൊടുത്ത് നടത്തുന്നതാണ് അന്നശ്രാദ്ധം. സങ്കല്പപൂർവം ആചാര്യന് ദാനം, സ്വർണം തുടങ്ങിയവ ദാനം ചെയ്യുന്നതാണ് ഹിരണ്യശ്രാദ്ധം. ഉണക്കലരി, എള്ള് എന്നിവയിൽ നനച്ച് ബലിയിടുന്നതാണ് ആമശ്രാദ്ധം. ഒരു ആത്മാവിന് മാത്രം ഉദ്ദേശിച്ചു നടത്തുന്നത് ഏകോദിഷ്ട ശ്രാദ്ധം. അമാവാസി തുടങ്ങിയ ദിനങ്ങളിൽ പിതാമഹ, പഭൃതാമഹ, വൃദ്ധ, പ്രമാതാമഹ എന്നീ പിതൃക്കൾക്ക് വേണ്ടി നടത്തുന്നതാണ് പർവണ ശ്രാദ്ധം. പ്രേതാത്മാവിനെ പിതൃക്കളായി സംയോജിപ്പിക്കുന്നത് സപിണ്ഡീകരണ ശ്രാദ്ധം. തിഥി നോക്കിയും നക്ഷത്രം നോക്കിയും ശ്രാദ്ധം ഊട്ടാറുണ്ട്. ഇവ അസ്തമനത്തിനു മുമ്പ് 6 നാഴികയെങ്കിലും ഉണ്ടായിരിക്കണമെന്നാണ് പ്രമാണം. മരിച്ച തിഥിയോ നക്ഷത്രമോ ആണ് പ്രധാനമായി വർഷം തോറും ശ്രാദ്ധം നടത്തുന്നതിന് ഉത്തമം. കൃഷ്ണപക്ഷത്തിലെ അമാവാസി, അഷ്ടമി തിഥികളും പൂയം നക്ഷത്രവും ശ്രാദ്ധത്തിന് വിശിഷ്ടമാണ്. ഒരു മാസത്തിൽ 2 തവണ ശ്രാദ്ധ നക്ഷത്രം വന്നാൽ ആദ്യത്തേത് എടുക്കുക. അയനാരംഭ ദിനങ്ങൾ, സംക്രാന്തി, ഗ്രഹണം തുടങ്ങിയവയും വിശിഷ്ട ദിനങ്ങളാണ്. കൃഷ്ണ ചതുർദശി ദിനത്തിൽ ശ്രാദ്ധം ഉൾപ്പെടെ യാതൊരു പ്രേതകാര്യങ്ങളും ചെയ്യരുത്. തൃക്കേട്ട, തിരുവോണം, പൂയം, അവിട്ടം, പൂരം, പൂരാടം, പൂരുരുട്ടാതി, ചതയം, ചിത്തിര, അനിഴം, ഭരണി, അശ്വതി, ചോതി, മകം, അത്തം എന്നീ നക്ഷത്രങ്ങളും തിങ്കൾ, ശനി എന്നീ ആഴ്ചകളും ശ്രാദ്ധത്തിന് ഉത്തമമാണ്. ചൊവ്വ, വെള്ളി ദിവസങ്ങളും ഇടവം, തുലാം രാശികളും ശ്രാദ്ധം നടത്തുന്നതിന് നല്ലതല്ല. പിതൃക്കളുടെ ഒരു ദിവസമാണ് മനുഷ്യരുടെ ഒരു വർഷം. തന്മൂലം വർഷത്തിലൊരു ശ്രാദ്ധമെന്ന് വരുന്നു. ശ്രാദ്ധത്തിന് 2 ഭാഗങ്ങളുണ്ട്. 1 തലേന്നത്തെ ഒരിക്കലൂണ്, 2 ശ്രാദ്ധ ദിവസത്തെ കർമ്മം. ഇതുപോലെ ആചരണമെന്നും വർജ്യമെന്നും 2 വിഭാഗം വിധികൾ 2 ദിവസവുമുണ്ട്. ശ്രാദ്ധത്തിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ശുദ്ധിയാണ്. ശാരീരിക ശുദ്ധി, ഭക്ഷണശുദ്ധി, മനഃശുദ്ധി, പാത്രശുദ്ധി, ദ്രവ്യശുദ്ധി, പരിസരശുദ്ധി, വ്രതശുദ്ധി തുടങ്ങിയ പല കാര്യങ്ങളും പാലിക്കേണ്ടതുണ്ട്. പിതൃകർമ്മത്തിന് തയ്യാറെടുക്കലാണ് അന്നത്തെ വ്രതദീക്ഷ. ശ്രാദ്ധം സ്വീകരിക്കാൻ പിതൃക്കളെ ക്ഷണിച്ചു വരുത്തൽ കൂടിയാണ്. ശ്രാദ്ധം ഒട്ടുന്നവർ തലേന്ന് തന്നെ സ്ഥലത്തുണ്ടാവണം. അടുത്ത ബന്ധുക്കളെയും നേരത്തെ ക്ഷണിച്ചു വരുത്തണം. അന്ന് മറ്റെങ്ങും പോകാൻ പാടില്ല. മറ്റുള്ളവരെ സ്പർശിക്കൽ, പുറത്തുനിന്നുള്ള ഭക്ഷണം ഇവ ഒഴിവാക്കണം. വീടും പരിസരവും അടിച്ചു തളിച്ച് ശുദ്ധിയാക്കിയ ശേഷം കുളിക്കുക. കുളി മുങ്ങിയ കുളിയായിരിക്കണം. ഉടുത്ത വസ്ത്രങ്ങൾ വെള്ളത്തിൽ മുക്കിയിരിക്കണം. തലേന്നത്തെ കുളിക്ക് എണ്ണതേപ്പാവാം. 2 നേരം കുളിക്കണം. മത്സ്യം, മാംസാദികൾ, കടച്ചക്ക, ഉഴുന്നുപരിപ്പ്, പപ്പടം, കായം, പെരിഞ്ജീരകം, മുരിങ്ങയ്ക്ക, മസാല, ഉള്ളി, കോളിഫ്ലവർ, കാബേജ്, കൂൺ, പപ്പായ ഇവ ഉപയോഗിക്കരുത്. തലേന്നത്തെ വെള്ളം ഉപയോഗിക്കരുത്. അന്ന് കോരിയെടുത്തതാവണം. ഉഴുന്നു ചേർത്തതായ ഇഡലി, ദോശ ഇവയും ഉള്ളി മൂപ്പിച്ച് ചേർത്ത കറിയും ഉപയോഗിക്കാൻ പാടില്ല. തലേന്ന് അരച്ചും കുഴച്ചും വെച്ച ഭക്ഷണം, തലേന്ന് അടിച്ചു വെച്ച പഴസത്ത് തുടങ്ങിയവയും ഉപയോഗിക്കരുത്. 1 നേരമേ ഭക്ഷണം കഴിക്കാവൂ. രാത്രി ഭക്ഷണമില്ല. പുട്ട്, ഉപ്പുമാവ്, പഴങ്ങൾ ഇവ കഴിക്കാം. പുകയില, മുറുക്ക്, പുകവലി ഇവ നിഷിദ്ധമാണ്. അതിരാവിലെ എഴുന്നേറ്റ് പരിസരം ശുദ്ധി വരുത്തിയിരിക്കണം. ബലിയിടാനുള്ള സ്ഥലത്ത് ചാണകം മെഴുകിയോ ചാണകവെള്ളം തളിച്ചോ ശുദ്ധി വരുത്തണം. ശ്രാദ്ധകർമ്മത്തിന് ആചാര്യൻ ഉണ്ടാവണം. ആചാര്യൻ്റെ മേൽനോട്ടത്തിൽ ശുദ്ധമായി തയ്യാറാക്കിയ അന്നമാണ് പിണ്ടമായി ഉപയോഗിക്കേണ്ടത്. ബ്രാഹ്മണർക്ക് ആചാര്യൻ വേണമെന്നില്ല. പുരുഷന്മാർ തെക്കോട്ടും സ്ത്രീകൾ കിഴക്കോട്ടും തിരിഞ്ഞിരുന്ന് ബലിയിടണം. പുരുഷന്മാർ എള്ള്, കറുക അഥവാ ദർഭ, ശ്രാദ്ധപുഷ്പമായ ചെറുള എന്നിവ ഉപയോഗിക്കുമ്പോൾ സ്ത്രീകൾ എള്ള്, ചീന്തില, തുളസിപ്പൂ അഥവാ അക്ഷതം ഇവ ഉപയോഗിക്കുന്നു. പുരുഷന്മാരുടെ ശ്രാദ്ധകർമ്മത്തിൽ തേൻ, നെയ്യ്, പാല്, തൈര്, എള്ളെണ്ണ തുടങ്ങിയ ദ്രവ്യങ്ങൾ ഉപയോഗിക്കും. വടക്കിനിയാണ് ശ്രാദ്ധമുട്ട്. ശ്രാദ്ധ ദിവസം 4 കൂട്ടം വിഭവങ്ങളുടെ സദ്യ ഉണ്ടാവണം. പുളിശ്ശേരി, നേന്ത്രക്കായും ചേനയും കൂടി തേങ്ങ അരച്ചുണ്ടാക്കിയ ഓലൻ, ഇഞ്ചിത്തൈര് എന്നിവ നിർബന്ധമായും വേണം. തൊലി നീക്കാത്ത ഏത്തക്കായ, വറുത്ത ഉപ്പേരി, അടപ്രഥമൻ ഇവയും വേണം. കുമ്പളങ്ങ നീളത്തിലേ മുറിക്കാവൂ, വട്ടത്തിൽ മുറിക്കരുതെന്ന് പറയും. വിഭവങ്ങളിൽ ഉഴുന്നുപരിപ്പ്, വറുത്തിടൽ, ഉള്ളി മൂപ്പിച്ച് ചേർത്ത കറികൾ ഇവ അരുത്. ശ്രാദ്ധശേഷം ദ്രവ്യം കഴിച്ച ശേഷം വസ്ത്രം മാറ്റുകയോ ജലപാനമോ ആകാവൂ. ശ്രാദ്ധപിണ്ഡം കിഴക്കുവശത്ത് തെക്കോട്ട് നീക്കി പ്രത്യേകം ചാണകം മെഴുകി വെച്ച സ്ഥലത്ത് കാക്കയ്ക്ക് ബലിയായി സമർപ്പിക്കണം. കാക്ക പിണ്ഡം കൊത്തി തിന്ന ശേഷം കർമ്മം ചെയ്യുന്നവർ കാവ്യം കഴിക്കാവൂ. ആചാര്യന് തൃപ്തിയാകും വിധം ദക്ഷിണ, വസ്ത്രം ഇവ നൽകണം.
ചിലർ അന്നേ ദിവസം ആചാര്യൻ്റെ വീട്ടിൽ സദ്യ നടത്താറുള്ള വിഭവങ്ങൾ നൽകാറുണ്ട്. അന്നേ ദിവസം ശ്രാദ്ധമൂട്ടിയ വീട്ടിൽ തന്നെ എല്ലാവരും താമസിക്കണം. പിതൃവിൻ്റെ മക്കൾ നിർബന്ധമായും ശ്രാദ്ധകർമ്മം ചെയ്യണം. ഇളയ സഹോദരങ്ങൾക്ക് ശ്രാദ്ധം മൂട്ടാം. മക്കൾ ദായക്കാരാണെങ്കിൽ പിതൃവിൻ്റെ ഭാര്യയ്ക്ക് ശ്രാദ്ധകർമ്മം ചെയ്യാം. മക്കളുടെ മക്കൾ ശ്രാദ്ധമൂട്ടുന്നത് അതിവിശേഷമാണ്. മരുമക്കൾ ദായക്കാരാണെങ്കിൽ സഹോദരിമാരുടെ മക്കൾക്ക് ശ്രാദ്ധമൂട്ടാം. മുഖ്യമായി ശ്രാദ്ധമൂട്ടുന്ന ഒരാളും മറ്റുള്ളവർ കൂടെ കൂട്ടുന്നവരുമായിരിക്കണം. പെൺമക്കൾ ശ്രാദ്ധമൂട്ടുമ്പോൾ വിധികൾ പറഞ്ഞു കൊടുക്കാൻ ഒരു ആചാര്യൻ വേണമെന്നുണ്ട്.